ഈ റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ്റെ തുടക്കമാണ്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹം പരസ്യമായി ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് പിണറായി അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും CPMനെ തകർക്കാനുള്ള പദ്ധതി സംഘപരിവാരം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ്. അതിൻ്റെ തുടർച്ചയായി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാംസ്കാരിക മാർക്സിസത്തെ ഉന്മൂലനം ചെയ്യണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPMനെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മോദിയും മേനോൻ സതീശനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നല്ലോ. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം പിണറായിയുടെ വീട്ടിൽ റെയ്ഡ്, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ്, അതുപോലെ റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ്. ഇത് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങാണ്, ഒരു ഗ്രാൻഡ് ഡിസൈൻ. അത് സമൂഹം തിരിച്ചറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നുണ്ട്. ആ കേസിൽ വിധി പറയുന്നതിന് മുമ്പേ ആ പരിഗണനയിൽ വന്ന ജഡ്ജിയെ മാറ്റി ഇപ്പോൾ പുതിയ ബെഞ്ചിൻ്റെ പരിഗണനയിലാണ്. ആ വിധി പറയുന്നതിന് മുമ്പേ കേരള ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണത്തിന് അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അന്വേഷണ നടപടികൾ. ഈ ED